കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്കിലെ ഇളമാട് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ചെറുവക്കൽ പ്രദേശത്ത് ഒരു സംഘം കർഷകർ അവരുടെ കൃഷിപ്പുരയിടങ്ങളിൽ റബ്ബർ, പച്ചക്കറികൾ, വാഴ എന്നിവ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൃഷി ചെയ്തു വരുന്നു. ഇവരുടെ ഒരു കർഷക കൂട്ടായ്മയെക്കുറിച്ചും ഇവരുടെ സമ്മിശ്ര കൃഷിയെക്കുറിച്ചും ഇന്നത്തെ കൃഷിദർശനിലൂടെ നമുക്ക് കാണാം. ആയിരത്തി 1970-കളിൽ കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആയൂരും അതിനടുത്തുള്ള ഇളമാട് ഗ്രാമവുമൊക്കെ റബ്ബറിന്റെ കാർഷിക വിജയം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോഴും വലിയ തോതിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരോടൊപ്പം ചെറിയ അളവിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരും ഈ ഗ്രാമത്തിലുണ്ട്. എന്നാൽ ഈ കർഷകർ ഇപ്പോഴും തങ്ങളുടെ പഴയ നെൽകൃഷിയെയും വാഴകൃഷിയെയും പച്ചക്കറി കൃഷിയെയും ഒന്നും മറന്നിട്ടില്ല. തുലാമാസം പൊതുവെ കൃഷി ഉൽപാദനത്തിന്റെ ഓഫ് സീസൺ ആണെന്ന് പറയാറുണ്ടെങ്കിലും ഇപ്പോഴും ഇളമാട് വെള്ളടി ഏലായിൽ പാകമെത്തിയ വാഴക്കുലകളും മറ്റ് കൃഷിവിളകളും നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായി കൃഷിഭൂമിയുള്ള പരമ്പരാഗത കർഷകരാണ് ഇവരിൽ പലരും. ചേട്ടന് മൊത്തം എത്ര സെന്റ് സ്ഥലമുണ്ട് ഇവിടെ നിലമായിട്ട്? നിലം 130. ഒരേക്കർ 30 സെന്റ് ഉണ്ട്. വീട്ടുപുരയുടെ എത്രയുണ്ട്? ഒരേക്കർ. അത് ഒരേക്കർ ഉണ്ട്. വീട്ടുപുരയിടം കൂടാതെ കരപ്പുരയിടം ഉണ്ടോ? അത് മൊത്തത്തില്ല. അത് വീട്ടുപുരയുടെയും കരപ്പുരയുടെയും കൂടെ 130 ഉള്ളത്. നിലം വേറെ 130 ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ കരപ്പുരയിടത്തിൽ വീടിനോട് ചേർന്നുള്ള കരപ്പുരയിടത്തിൽ എന്താ ചെയ്യുന്നത്? അത് റബ്ബറുണ്ട്, തക്കാളിയുണ്ട്, വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, അങ്ങനെ മറ്റു കൃഷികളെല്ലാം ഉണ്ട്. അപ്പോൾ റബ്ബർ കൃഷിയും പച്ചക്കറി കൃഷിയാണ് വീട്ടുപുരയിടത്തിലും ചേർന്നുള്ള കരപ്പുരയിടത്തിലും ചെയ്യുന്നത്. നിലത്തിൽ എത്ര? നിലം 1 ഏക്കർ 30 സെന്റ്. അവിടെ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? അതിൽ നെല്ലുണ്ട്, ഏത്തവാഴയുണ്ട്, കപ്പവാഴയുണ്ട്, പൂവൻവാഴയുണ്ട്, പയറുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, ചീവക്കിഴങ്ങുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, ചേനയുണ്ട്, കുളമുണ്ട്, മീനുമുണ്ട്, കുളമുണ്ട്. ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാർഷിക വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തോ? കൃഷിക്ക് ലാഭകരമാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ സബ്സിഡിയൊക്കെ വരുവാണെങ്കിൽ അപ്പോഴേ കൃഷി ഓഫീസിൽ നിന്ന് അനിൽ സാറും അതുപോലെ ശ്രീലേഖ സാറും തുളസി സാറും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അപ്പോഴപ്പോഴും ചെയ്യും. നേരത്തെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ കൃഷി ഓഫീസറിൽ 2 മാസം കഴിയുമ്പോൾ വന്നിരിക്കും, അപ്പോഴേ ഞങ്ങൾക്ക് പോകുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഓഫീസർ വന്നേക്കുന്ന വളരെ നല്ല ഉപകാരങ്ങൾ. ഇനി സ്ഥിരമായി ഒടിഞ്ഞ് ഇരിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം ഈ കൃഷി സമ്മതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര വർഷമായി ഹരിദാസൻ ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നു? ഞാൻ 7 വർഷം കൊണ്ടുണ്ട്. 7 വർഷമായി കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ എൻ്റെ അച്ഛന് കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് പഠിച്ചാണ് ചെയ്തത്. അപ്പം സ്വന്തം പുരയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ പച്ചക്കറിയാണ് വീട്ടിൽ ചെയ്യുന്നത്? വീട്ടിൽ പയർ, പാവലുണ്ട്, കോവലുണ്ട്, തക്കാളിയുണ്ട്, ചീരയുണ്ട്, പിന്നെ കത്തിരിയുണ്ട്, വെണ്ടയുണ്ട്, മുളകുണ്ട്. ഇത് ചേട്ടൻ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? കൂടെ എൻ്റെ ഭാര്യയും മരുമകളുണ്ട് സഹായത്തിന്. അവിടെ എല്ലാ കൃഷിക്കും സഹായിക്കാനുണ്ടല്ലേ? ഇപ്പോൾ റബ്ബർ കൃഷി ഒരു വീട്ടുപുരയിടത്തിൽ 1 ഏക്കറുള്ള സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് റബ്ബറിൻ്റെ കൃഷി? എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, അടുത്ത വർഷം വെട്ടാൻ നോക്കും. ശരി. ഇപ്പോൾ റബ്ബറിന് മൊത്തത്തിൽ വിലയിടപാടെന്ന് പറയുന്നുണ്ട്. കേട്ടപ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം സീറ്റടിക്കുന്നതും ടാപ്പിങ്ങാരുടെ കൂലിയും ഒക്കെ കണക്ക് കൂട്ടുമ്പം ഇപ്പം മുതലായി വരുന്നില്ല. താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക റബ്ബറിൻ്റെ വില. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഈ പച്ചക്കറി കൃഷി എങ്ങനെയുണ്ട്? പച്ചക്കറി കൃഷി നമ്മൾ കൂടുതലും നമ്മളായിട്ട് ചെയ്യുമ്പം ഒരുപാട് ലാഭകരമാണ്. ഏത് കൃഷിയായാലും കൂലിക്കാരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിൻ്റെയായിട്ട് ബുദ്ധിമുട്ട് വരും. നമ്മളും കൂടെ ഇറങ്ങി മുഷിഞ്ഞ് ചെയ്യാമെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടൂ. അല്ല, അങ്ങനെയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? അങ്ങനെ അപ്പം കൃഷി ലാഭം തന്നെയാണ്. ലാഭം തന്നെ. ഇപ്പം വാഴ കൃഷിയുണ്ട്, ലാഭകൃഷി എല്ലാം ലാഭകരം. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും വലിയ മഴ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന്, അതായത് മഴയോ വരൾച്ചയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കൃഷിയെ ബാധിക്കില്ലേ? ഇതുവരെ ഈ ഏരിയയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. യാദൃച്ഛികയിൽ അങ്ങനെ ഒരു കാറ്റ് വരും, 1 കൊല 2 കൊല ഓടിയും, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. വെള്ളത്തിനാണ് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഇല. വെള്ളം എവിടെ കിട്ടുന്നത്? ഇത് വെള്ളടി മേളിനെ ഉണ്ട്, മേലെ കൂരിക്കോട് വയലോട്ട് വയലേരിയ. അതെ. ഇവിടെ വെള്ളേ പറ്റത്തില്ല ഏത് വരൾച്ചയിലും. പല ഇനങ്ങളിലുള്ള 600 മൂട് വാഴകൾക്ക് പുറമെ പയർ, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വിളകളും ഇവിടെയുണ്ട്. വെള്ളം എല്ലായ്പ്പോഴും സുലഭമായി ലഭിക്കുന്നതിനാൽ കഴിഞ്ഞ കൊടിയ വരൾച്ചയിൽ പോലും ഇവിടുത്തെ കർഷകർക്ക് നന്നായി കൃഷി ചെയ്യാൻ സാധിച്ചു. VFPCKയുടെ വിപണിയും പ്രാദേശിക വിപണിയും സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം ഇവിടുത്തെ കർഷകർക്ക് ഒരു പ്രശ്നമേ അല്ല.
ഇപ്പോൾ ഇവിടെ വാഴ കൃഷി എത്ര ഏരിയയിലാണ് ഉള്ളത്? 1 ഏക്കർ 30 സെൻറ്റിലും വാഴയാണ്. 10-600 കൂട് വാഴയുണ്ട് എല്ലാം കൂടെ. എന്തൊക്കെ വാഴ ഇവിടെ ഉള്ളത്? ഏത്തവാഴയുണ്ട്, പൂവൻ വാഴയുണ്ട്, കപ്പയുണ്ട്, പിന്നെ കദളിയുണ്ട്. ഇതിനൊക്കെയുള്ള വിത്ത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? വിത്ത് സാധാരണ എടുത്ത് മേടിക്കും. ഇപ്പം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് തന്നെ എടുത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം അത് തന്നെ, നമ്മുടെ വിത്തുകൾ തന്നെ. അതിന് പുറത്ത് ഉള്ള ഇല്ല, മേടിക്കുക. കാർഷിക കൊള്ളയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പയറിൻ്റെ അരിയ കിടക്കുന്നത് വെട്ടേക്കുന്നത്. എങ്ങനെയുണ്ട് കാർഷിക കൊള്ളയിൽ? നല്ല പിടുത്തം, പിടിച്ചു തുടങ്ങിയിട്ട് നല്ല പിടുത്തമാകും. ഭയങ്കര മീറ്റർ പയറാണ്. അപ്പോൾ കാർഷിക കൊള്ളയിൽ നിന്ന് പിന്നെ എന്തൊക്കെ പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കുക? മുളകും ചീരയൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോഴും അവിടെ നിന്ന് തന്നെ ഞാൻ സാറിൻ്റെ കൂടെ, അനിൽ സാറിൻ്റെ കൂടെ, അതായത് നമ്മുടെ കൃഷി ഓഫീസറുടെ കൂടെ കോട്ടയത്ത് പോയായിരുന്നു. അന്ന് കുറേ അരികൾ കൊണ്ടുവന്നത്. അതെല്ലാം ചെയ്ത് നല്ലതുപോലെ കിടക്കും. അതിപ്പം അപ്പം ഇവിടെ വേറെ മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? കാച്ചിലുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, ചീവക്കിഴങ്ങുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും വിളവെടുത്ത് കഴിഞ്ഞോ? വിളവെടുത്ത് പിന്നെ ഓണത്തിന് ഞങ്ങൾ ചേനയും ചേമ്പൊക്കെ കുറേ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കിടപ്പുണ്ട് എടുക്കാൻ. കുറച്ച് എടുക്കാൻ കിടപ്പുണ്ട്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ് ഇത് വിപണി കണ്ടെത്തുന്നത്? വിപണിയുണ്ട്. ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് അമ്പലമുക്കി വിപണിയുണ്ട്. പിന്നെ വെളിയത്തുണ്ട്. ഞങ്ങൾ വിപണികളിൽ കൊണ്ടുപോകും. പിന്നെ കടകൾ പിടിക്കും, കടകളിൽ കൊണ്ട് കൊടുക്കും. വിപണി പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പം നാടൻ വന്ന് ലേലം എടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ചുമന്ന് അവിടെ കൊണ്ടുവരണം. 10, 50, 100 വിലയുണ്ടെങ്കിൽ അവർ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ ലേലം ചില നടക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ കടകളാണ് കൂടുതലും പിടിക്കാറുള്ളത്. ലേലത്തിന് കൊടുക്കുന്നത് നഷ്ടമാണോ? നഷ്ടമായിട്ടല്ല, എങ്കിലും ഞങ്ങൾ ഈ ചുമന്നുള്ള ഇവിടുന്ന് കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് ചുമന്ന് കയറ്റി പിന്നെ അവിടേക്കും കൊണ്ട് കൊടുത്ത് അവിടുന്ന് ചുമന്ന് ഒറ്റടുത്ത് കൊണ്ട് കൊടുത്ത് പൈസയ്ക്ക് അടുത്ത ആഴ്ച വരെ പോകണം. ഇത് പല വണ്ടികളിലല്ലേ കൊണ്ടുപോകുന്നത്? ആണാണ്. അപ്പോൾ അതിൻ്റെ കൂലിയെല്ലാം നിങ്ങൾ തന്നെയല്ലേ? ഞങ്ങൾക്കല്ല, കൊണ്ടുപോകുന്നവർക്കാണ് കൂലി. അവരെടുക്കും കൂലി അല്ലേ? അപ്പോൾ ഈ വിപണനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല? ഒന്നുമില്ല, കൊണ്ടു ചെന്നാൽ സാധനം എടുക്കും. അപ്പം ഇവിടെ നിങ്ങളെപ്പോലുള്ള മറ്റു ഒരുപാട് കർഷകരല്ലേ? ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ, അഗ്രികൾച്ചർ ഓഫീസർ. നിങ്ങൾക്ക് ഇതിന് മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നെടുമങ്ങാട്ടൊരു ഇത് ശരിയാക്കി തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൃഷിക്കാർ 250 രൂപ വെച്ച് മെമ്പറൊക്കെ ആയി. ഇപ്പം ഷെരീഫ് സാർ പോലെ കഴിഞ്ഞ കണ്ടായി കൊണ്ടുപോയായിരുന്നു. അത് കൃഷിക്കാരുടെ അതിനടുത്ത് 44 രൂപ വില തന്നു ഏത്തക്കായ്ക്ക്. കപ്പയ്ക്കും അതുപോലെ നല്ല വില കിട്ടി. ഇതിപ്പം ആദ്യമായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ മാർക്കറ്റിൽ കൊടുക്കുന്നതാണോ നല്ലത്? ഈ കടകൾ പിടിച്ചിങ്ങനെ അവിടെ കൊടുക്കുന്ന പ്രയോജനം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മുടെ അമ്പലമുക്കി ചെല്ലുമ്പം 30 രൂപ അല്ലെങ്കിൽ 25 രൂപയെന്ന് കപ്പ വാടകയ്ക്ക് വില ഇറങ്ങിയാൽ അത് ചിലപ്പം കൂടുതലുണ്ടെങ്കിൽ എടുക്കാതെ വരും. പിന്നെ അവർക്ക് തന്നെ അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. ഇതാകുമ്പോൾ നെടുമങ്ങാട്ടാകുമ്പോൾ നല്ലൊരു വിപണിയാകുമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് നെടുമങ്ങാട് തന്നെ കൊടുക്കുന്നതല്ലേ? കൂമ്പ് വരെ കൊണ്ടുപോകാം, 10 രൂപ കിട്ടും ഒരു കൂമ്പിന്. അപ്പോൾ അതല്ലേ നല്ലത്? ആണാണ്, അത് ഏറ്റവും നല്ലതാണ്. വണ്ടിക്കൂലി ലാഭകരമുണ്ട്. 1 രൂപ വെച്ച് നമുക്ക് പ്രയോജനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ കർഷകരുടെ ക്ഷേമത്തിനായി ഇളമാട് പഞ്ചായത്ത് നല്ലൊരു തുക നീക്കിവച്ചിട്ടുണ്ട്. റബ്ബറും വാഴയും പച്ചക്കറികളും ഒരുപോലെ കൃഷി ചെയ്യുന്ന ഇവിടുത്തെ കർഷകർക്ക് ആത്മധൈര്യം പകരാൻ ഇവരെപ്പോഴും ശ്രമിക്കുന്നു. ഇളമാട് പ്രദേശത്ത് ഈ ചെറുവക്കൽ ഗ്രാമത്തിലെ മൊത്തത്തിലുള്ള കൃഷിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ചെറുവക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രധാനമായിട്ട് കരയിൽ റബ്ബർ കൃഷി, നാണ്യവിള കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും നാണ്യവിളയായി റബ്ബർ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണുള്ളത്. പിന്നെ നിലം നിൽക്കുന്ന വയൽ ഏരിയകളിൽ വളരെ വ്യാപകമായി നെൽകൃഷി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നെൽകൃഷി നിന്നു വന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ നെൽകൃഷി നല്ല നിലയിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കരനെൽ കൃഷിയാണ്. ഇപ്പം കരനെൽ കൃഷിയും കഴിഞ്ഞ 2 ടേണായി കരനെൽ കൃഷിയും വളരെ സജീവമായി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നിലം മാറ്റി തെങ്ങും തൈ വെച്ചു വാഴ വെച്ചു അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നെൽകൃഷിക്ക് സ്ഥലം ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ഈ കരനെൽ കൃഷി എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുന്നത്. കരനെൽ കൃഷിയേക്കാൾ ഇപ്പോൾ വ്യാപകമായി ഇവിടെ നിലം കൃഷി തന്നെയാണ് നടക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നിലത്തിൽ പ്രധാനമായിട്ട് നെൽകൃഷി ലാഭകരം അല്ലാതായി മാറിയ ഒരു സാഹചര്യത്തിൽ ഈ വാഴ കൃഷിയിലേക്ക് കർഷകർ തിരിഞ്ഞു. അതുപോലെ പച്ചക്കറി കൃഷിയിലേക്ക്, അതുപോലെ കിഴങ്ങുവർഗ്ഗ കൃഷി, അതായത് ഇഞ്ചി, പിന്നെ മഞ്ഞൾ മുതലായ കൃഷികളിലേക്കും ആളുകൾ തിരിഞ്ഞു. ഇപ്പോൾ കുറേയേറെ കർഷകർ കുരുമുളക് കൃഷിയിലും വ്യാപൃതർ ആയിട്ടുണ്ട്. ഈ നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നെൽകൃഷി ലാഭകരമല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് ലേബറിനെ കിട്ടുന്ന പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ട്, തൊഴിലാളികളെ കിട്ടുന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കൃഷി പിഴ വന്നുപോയാൽ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ചാഴി, മുഞ്ഞ എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായ രീതികൾ ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കൃഷിപ്പിഴ വരും. ഇപ്പോൾ തന്നെ വാഴയായാലും കാറ്റോ അങ്ങനെയുള്ള വേനലോ പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ കർഷകർ സ്വാഭാവികമായി നഷ്ടത്തിലേക്ക് മാറുന്ന സ്ഥിതിയുണ്ട്. അവർക്ക് നല്ല വില കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിന് ഒരു പരിഹാരം എന്നോണമാണ് ഇപ്പോൾ വേണ്ടൊരു 6-7 വർഷമായിട്ട് VAPCKയുടെ വിപണി ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് ന്യായമായ വില ലഭ്യമാകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടുത്തെ കർഷകരുടെ പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ധാരാളം പേര് ചെയ്യുന്നുണ്ട്, നിലത്തിൽ ചെയ്യുന്നുണ്ട്, വീട്ടുവളപ്പിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എത്തരത്തിലുള്ള പച്ചക്കറി കൃഷിയാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പ്രധാനമായിട്ടും പയർ, അതുപോലെ തന്നെ വെണ്ട, അതുപോലെ ചീര, അതുപോലെ തന്നെ വഴുതന മുതലായ വിഭവങ്ങളാണ് സ്വാഭാവികമായി, മുളക് മുതലായ ഐറ്റങ്ങളാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലത്തിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ കൂടെ വെള്ളരി, അതുപോലെ തന്നെ മത്തൻ മുതലായ കൃഷികളും വയൽവളപ്പിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കൂടുതലായും റബ്ബർ കൃഷി കാണുന്നുണ്ട്. അത് ഈ പച്ചക്കറി കൃഷി മറ്റു കൃഷികളൊക്കെ നഷ്ടത്തിലായത് കൊണ്ടാണോ ഈ റബ്ബറിലേക്ക്? അല്ല, റബ്ബർ കൃഷി ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചു വന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ഇപ്പോൾ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി 1969-70 കാലഘട്ടത്തിൽ തന്നെ റബ്ബർ പ്ലാന്റ് ചെയ്ത് ഗവൺമെൻറ് തന്നെ ഇവിടെ ആളുകൾക്ക് പട്ടയം കൊടുത്ത പഞ്ചായത്താണിത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇവിടെ റബ്ബർ കൃഷി വ്യാപകമായി കോട്ടയം ഏരിയയിൽ ഉള്ളതുപോലെ തന്നെയുള്ള റബ്ബർ കൃഷി ഇളമാടും വ്യാപകമായിട്ട് ഉണ്ട്. ഇപ്പോഴുണ്ടായ ഒരു പ്രതിഭാസമല്ല അത്. സാർ, ഈ നെൽകൃഷി രംഗത്ത് അവലംബിച്ചിട്ടുള്ള പുതിയ രീതി എന്താണ്? നെൽകൃഷി രംഗത്തേക്ക് ഒരു 2 വർഷം മുമ്പാണ് 3 വർഷം മുമ്പ് ഈ പഞ്ചായത്തിന് വടക്കാഞ്ചേരി മോഡൽ പാക്കേജ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ വടക്കാഞ്ചേരി മോഡൽ പാക്കേജ് പരീക്ഷണത്തിൽ വടക്കാഞ്ചേരിയിലാണിത് തുടങ്ങിയത്. അതിനുശേഷം ഇവിടെ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ലേബർ ബാങ്ക് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൊഴിലാളികളെ ലഭ്യമാക്കുന്ന ഒരു സ്കീമാണ്. അവർക്ക് കാർഷിക ആവശ്യങ്ങൾ ലാഭകരമാക്കുന്നതിന് വേണ്ടി മിഷനറി ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ പദ്ധതി വളരെ നല്ല നിലയിൽ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ആ പദ്ധതി വന്നതിന് ശേഷമാണ് ഒറ്റഞ്ഞാർ കൃഷി അർക്കന്നൂർ ഏല പോലുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ വ്യാപകമായി തന്നെ നടപ്പിലാക്കിയത്. അവിടുത്തെ തന്നെ സ്കൂളിലെ കുട്ടികൾ ഒറ്റഞ്ഞാർ കൃഷി ചെയ്ത് പോകുന്ന സാഹചര്യമുണ്ട്. വളരെ നല്ല വിളവെടുപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ സംസ്ഥാന സ്കൂൾ തലത്തിൽ കുട്ടികളുടെ പച്ചക്കറി കൃഷിയുടെ കാര്യങ്ങൾ എടുത്തപ്പോൾ ഇളമാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷിഭവൻ്റെയും കൂടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ചെറുവക്കൽ ഇവിടെ തന്നെ തൊട്ടുള്ള സെൻറ്റ് ജോർജ് UPSനാണ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും ലഭ്യമായത് എന്നുള്ളതും ഞങ്ങൾ വളരെ അംഗീകാരത്തോടുകൂടി കണക്കാക്കുകയാണ്. റബ്ബറിന്റെ ഇപ്പോഴത്തെ വിലയിടിവ് ഇവിടുത്തെ കർഷകരെയും കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും വൈവിധ്യപൂർണമായ കൃഷിവിളകൾ വിളയിച്ച് ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരുന്നു. ഇവിടെ കൂടുതലായിട്ട് റബ്ബർ കാണുന്നുണ്ട്, കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ റബ്ബർ കൃഷി ആരംഭിച്ച ആദ്യത്തെ കുറേ സ്ഥലങ്ങളിലൊന്നാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞു. ഇപ്പോഴും റബ്ബർ കൃഷി വലിയ തോതിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും റബ്ബർ കൃഷി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റബ്ബർ പ്ലാന്റേഷനുണ്ട്. കൈവശ വർഷങ്ങളായി യഥാർത്ഥത്തിൽ പട്ടയമില്ലാത്ത ഭൂമിയുണ്ട്. അപ്പോൾ ആ ഭൂമിയിലെല്ലാം നേരത്തെ വനപ്രദേശമായിരുന്നു. ആ വനപ്രദേശം കഴിഞ്ഞതിന് ശേഷം കർഷകർ യഥാർത്ഥത്തിൽ ഇത് കൈയേറിക്കൊണ്ട് യഥാർത്ഥത്തിൽ റബ്ബർ കൃഷിയിലേക്ക് യഥാർത്ഥത്തിൽ വളരെ നേരത്തെ തന്നെ 1970 കാലഘട്ടം മുതലേ റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞ ഒരു പ്രദേശമാണ്. കുറേയധികം ആളുകൾക്ക് പട്ടയം ഗവൺമെൻറ് യഥാർത്ഥത്തിൽ പട്ടയം കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളും ഈ പ്ലാന്റേഷൻ മേഖലയിൽ യഥാർത്ഥമുണ്ട്. അപ്പം ഇവിടുത്തെ അതുപോലെ തന്നെ ചെറുകിട ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പ്ലാന്റേഷൻ കിട്ടിയതല്ലാതെ തന്നെ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ 50 സെൻറ്റോ അല്ലെങ്കിൽ 1 ഏക്കറോ ഒക്കെയുള്ള ആളുകളും അവർ കരപുരയിടത്തിൽ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കർഷകർ അനുഭവിക്കുന്ന. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും റബ്ബർ പിന്നെ വില കുറച്ച് കിട്ടുന്നൊരു സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ വർഷം യഥാർത്ഥത്തിൽ പിന്നെ വലിയ വേനലും അതുപോലെ തന്നെ തുടർച്ചയായ മഴയും മൂലം യഥാർത്ഥത്തിൽ റബ്ബർ കർഷകർക്ക് ധാരാളം ദുരിതങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റബ്ബറിന് വിലയിടിവ് വന്നതുകൊണ്ടാണോ ഈ ആളുകൾ പച്ചക്കറി കൃഷിയിലേക്കും നെൽകൃഷിയിലേക്കും ഒക്കെ? അതുകൊണ്ടല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വയലേലകൾ പരിപൂർണമായും നെൽകൃഷി പണ്ട് പൂർണ്ണമായും നെൽകൃഷിയായിരുന്നു. ആ നെൽകൃഷി യഥാർത്ഥത്തിൽ പിന്നെ തൊഴിലാളികൾ ഇവിടെ അതോടൊപ്പം തന്നെ ഇപ്പം കാർഷിക മേഖല എന്ന് പറയുന്ന പോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയായ കശുവണ്ടി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ തന്നെ 8ഓളം ഫാക്ടറികൾ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ കശുവണ്ടി ഫാക്ടറിയിലേക്ക് കൂടുതൽ ഈ തൊഴിലാളികൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൃഷിക്കായിട്ട് പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളെ കിട്ടുന്ന കാര്യത്തിൽ വളരെ ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി നിലത്തിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം ധാരാളം ആളുകൾ ഇവിടെ തന്നെ ഈ വാർഡിൽ തന്നെയാണ് പിന്നെ മിൽമ പിന്നെ സൊസൈറ്റി യഥാർത്ഥത്തിൽ ഉള്ളത്. ധാരാളം ഇപ്പോൾ ഇവിടുത്തെ കർഷകരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം മിക്കവാറുമുള്ള വീടുകളിൽ യഥാർത്ഥത്തിൽ ഒന്നിലധികമോ പശുക്കൾ യഥാർത്ഥമുണ്ട്. അപ്പോൾ ആ പശുക്കൾ അതുൾപ്പെടെ ചാണകം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ജൈവ രീതിയാണ് ഭൂരിഭാഗം കർഷകരും തുടരുന്നത്. പച്ചക്കറിയുടെ വില എപ്പോഴും സ്ഥിരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വിളകൾക്ക് ഉദ്ദേശിക്കുന്ന വില ചിലപ്പോൾ ലഭിക്കാതെയും വരുന്നു. എന്നാൽ അടുത്ത സീസണിൽ ലാഭകരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. വിപണിയിലെ ഇത്തരം ചാഞ്ചാട്ടം യഥാർത്ഥ കർഷകനെ ഒരിക്കലും കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല. നിലങ്ങളിൽ കൂടുതലായിട്ടും പച്ചക്കറി, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ
അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ആ കൃഷിയെക്കുറിച്ച് സാറിനൊന്ന് പറയാൻ. അത് ഇവിടെ ഏലാകളിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി തന്നെ ഒറ്റഞ്ഞാർ സമ്പ്രദായം ഇവിടെ പിന്തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വാഴ, നേന്ത്രൻ, കപ്പ, മരിച്ചീനി കൃഷി, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, പയർ, തക്കാളി, വഴുതന, വെണ്ട തുടങ്ങിയ എല്ലാവിധ പച്ചക്കറി വിളകളും അതുപോലെ തന്നെ വാഴ തുടങ്ങിയ വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിക്കാരനെ സംബന്ധിച്ച് ലാഭകരമാണ്, ആദായകരമായി കൃഷി ചെയ്യുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ കൊടുക്കാൻ അടുത്ത് തന്നെ വിപണിയുണ്ട്. VFECക്ക് വിപണിയിൽ അവർ കൊടുക്കുന്നുണ്ട്. കച്ചവടക്കാർ നേരിട്ടെടുക്കുന്നുണ്ട്. കൃഷിക്കാരൻ കടകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും വിപണനത്തിനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 1/2 ഏക്കറിലാണെങ്കിൽ പോലും വർഷങ്ങളായി സ്ഥിരമായി നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ് ഹരിദാസൻ. വയലിൽ പണിയെടുക്കാൻ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഇക്കാലത്തും ഒരു ദിനചര്യ പോലെ നെൽകൃഷി ഇന്നും അദ്ദേഹം തുടർന്നു പോരുന്നു. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇനി അടുത്ത എന്ത് കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞു. ഈ നെൽകൃഷി കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്യാൻ താല്പര്യം. ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഞങ്ങളും കൂടെ ഇറങ്ങി ചെയ്താലേ ലാഭകരമാക്കാവൂ, കച്ചവടം മുതലാക്കാവും, നെല്ല് പ്രയോജനപ്പെടുകയും ചെയ്യും. പക്ഷേ കൊയ്യാനാളില്ല, ചവിട്ടാനാളില്ല, ചുമക്കാനാളില്ല. ഈ ചുമടൊക്കെ ഞാൻ തന്നെ നോക്കുന്നുണ്ടാണ് നേടി പോകുന്നത്. ഇപ്പോൾ എത്ര സ്ഥലത്ത് നെല്ല് ഇട്ടിട്ടുണ്ട്? 30 സെൻറ്റ്. 30 സെൻറ്റ്. ഇത് 30 സെൻറ്റ് സ്ഥലത്ത് മാത്രം നെല്ലിടാനുള്ള ഒരു തോന്നൽ എന്താ? നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നില്ല. അപ്പം ഒട്ടും മുടക്കരുത്. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് ഒരുപാട് നെല്ലിന് വരുവാണെങ്കിൽ ഞങ്ങൾ പൈസ മേടിക്കില്ല. കല്യാണ ആവശ്യങ്ങൾക്ക്, അമ്പലത്തിൽ പറയിടാൻ വന്നാൽ, അതുപോലുള്ള കാര്യം ഏതിന് വന്നാലും നമ്മൾ പൈസ മേടിക്കില്ല. നമുക്ക് ഇത്തിരി പച്ച നെല്ലിന് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. അതിന് വേണ്ടിയിട്ട് മാത്രം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യാൻ ഏറെയുണ്ട്. ചെയ്താൽ മുതലാവത്തില്ല, ആളുകളെ കിട്ടത്തില്ല, ജോലിക്കാരെ കിട്ടില്ല. ഇതിപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഇതിൻ്റെ പണിയെല്ലാം ജോലിക്കാരല്ല, ഞങ്ങൾ ജോലിക്കാരുണ്ട് എൻ്റെ കൂടെ, അവരെ കൂടെ നിർത്തിയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തൊക്കെ കൃഷി ചെയ്യാനാണ് താല്പര്യം? ഇനി ഈ കൃഷികൾ തന്നെ തുടർന്ന് പോകണം. പിന്നെ ഇതിനകത്ത് നേരത്തെ എനിക്ക് ചെറുപയറുണ്ടായിരുന്നു, മുതിരയുണ്ടായിരുന്നു, ഉഴുന്നുണ്ടായിരുന്നു, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഇല്ലത്. പിന്നെ ഇവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ചാണോ? ജൈവവളവും രാസവളവും ഇടും. ഏത് വളം ഉപയോഗിക്കും? കോംപ്ലക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും. 300 ഗ്രാം വെച്ച് 40 ദിവസം കൂടുമ്പോൾ ഇടും. വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ. വാഴയ്ക്ക് ഇടും. ചേന ഇടുന്നതന്നെ ഇട്ടതല്ലേ, വേറെ പച്ചക്കറികൾക്കും ഇടില്ല? ഇല്ല. ജൈവവളം എന്താ? ജൈവവളം ഇടും. ജൈവവളം ഏത് വളം? ഏറ്റവും കൂടിയ 15 രൂപയുടെ ഒരു സൈസ് ജൈവവളമുണ്ട്, അത് മേടിച്ചിട്ട്. സവാലാസിൻ്റെ. പശു ഉണ്ടോ വീട്ടിൽ? പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വേസ്റ്റുകളെല്ലാം കൂടെ നിങ്ങൾ വളമായിട്ട് ഉപയോഗിക്കും? വളം പിന്നെ ഈ മാടപ്പിണ്ടി കുത്തിയിറഞ്ഞ് ഒരു കമ്പോസ് ഉണ്ടാക്കാം നമുക്ക്. കുല വെട്ടി കഴിയുമ്പോൾ പിണ്ടി കളത്ത് അത് കുത്തിയിറഞ്ഞ് കുറേ ചാണകം അടിച്ച് ചാണകം നിരത്തണം. ചാണകം നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വരി ഇത് നിരത്തും. പിന്നെ അതിൻ്റെ മുകളിൽ കുമ്മായം വാരി ചേരും. അങ്ങനെ ഓരോ തട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല കമ്പോസിങ്. കൃഷി നഷ്ടമാണെന്ന് വിലപിക്കുന്ന ഇന്നത്തെ തലമുറ ഇളമാട് ഗ്രാമത്തിലെ കർഷകരുടെ കൃഷിരീതികൾ ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പലതരത്തിലുള്ള കാർഷിക പ്രതിസന്ധികളും കാലാവസ്ഥാ പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് വളരെ നല്ല രീതിയിൽ റബ്ബർ കൃഷിയും പച്ചക്കറി കൃഷിയും വാഴകൃഷിയും ഒക്കെ ചെയ്തു വരുന്ന ഇവിടുത്തെ കർഷകർ മറ്റ് കർഷകർക്ക് ഒരു മാതൃകയായിരിക്കും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരാമൃതം നീരയുടെ ഔദ്യോഗിക സമർപ്പണം നാളെ. ഏത്തവാഴ കൃഷി ലാഭകരമാക്കാൻ ഇരട്ടവാഴ കൃഷി. തേനീച്ച വളർത്തലിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരാമൃതം നീര പ്രകൃതിദത്ത ആരോഗ്യപാനീയത്തിന്റെ ഔദ്യോഗിക സമർപ്പണം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി ഡോക്ടർ ശശി തരൂർ, ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി, എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു, സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. കേരള കാർഷിക സർവകലാശാലയും സംസ്ഥാന കൃഷിവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കാർഷിക പ്രദർശനവും കേരാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരിക്കും. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമുള്ള ധാതു ലവണ മിശ്രിതവും ജീവകങ്ങളും അവശ്യ മരുന്നുകളും അടങ്ങുന്ന കിറ്റ് എറണാകുളം ഇടക്കുന്ന മൃഗാശുപത്രിയിൽ വിതരണത്തിന് തയ്യാറായി. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി അനുസരിച്ച് 1000 രൂപ വിലയുള്ള മരുന്നുകൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 50% സബ്സിഡിയോടുകൂടി നൽകുന്ന മരുന്ന് കിറ്റ് വാങ്ങുവാൻ താൽപ്പര്യമുള്ള കർഷകർ ഇടക്കുന്ന മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു.
ഒരു കുടുംബശ്രീ ഗ്രൂപ്പിന് 25 ആടുകളെ നൽകുന്ന ആട് ഗ്രാമം പദ്ധതി പത്തനംതിട്ട കൈപ്പത്തൂർ മൃഗാശുപത്രിയിൽ ആരംഭിച്ചു. 24 പെണ്ണാടുകളും ഒരു ആണാടും അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വിലയുടെ 50% സബ്സിഡി ലഭിക്കും. കൈപ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി അനുസരിച്ചാണ് ആടുഗ്രാമം പദ്ധതി നടപ്പിലാക്കുക. താൽപര്യമുള്ള കുടുംബശ്രീ അംഗങ്ങൾ നവംബർ 10 മുൻപ് കൈപ്പത്തൂർ മൃഗാശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. നീര സംസ്കരണം കൂടാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കാവുന്ന ആരോഗ്യ പാനീയമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം രൂപം നൽകി. പൂങ്കുലയുടെ വലിപ്പത്തിന് പാകമായ ഉപകരണം ചെത്തിയ പൂങ്കുലയുടെ അറ്റത്ത് ഉറപ്പിക്കുന്നു. ഇത് കട്ടിയുള്ള ഒരു പൈപ്പുമായി ബന്ധിപ്പിക്കും. പൈപ്പിലൂടെ ഒഴുകിയെത്തുന്ന നീര ഐസ് പെട്ടിയിൽ വച്ചിരിക്കുന്ന കുപ്പിയിൽ ശേഖരിക്കും. വായു സാമീപ്യമില്ലാതെ ശേഖരിക്കുന്നതിനാൽ നീര പുളിക്കാതെ ഇരിക്കുമെന്നതാണ് ഈ രീതിയുടെ സവിശേഷത. ഉപകരണം ഐസ് പെട്ടിയോടുകൂടി തെങ്ങിന്റെ മുകളിൽ വയ്ക്കാം. ഇത്തരത്തിൽ ഒരു തെങ്ങിൽ നിന്ന് പ്രതിവർഷം 300 ലിറ്റർ വരെ നീര ശേഖരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0499 4232 894. ഏത്തവാഴ കൃഷി കൂടുതൽ ലാഭകരമാക്കുവാൻ കർഷകർക്ക് ഇരട്ട വാഴ കൃഷി പരീക്ഷിക്കാവുന്നതാണ്. 2 മുതൽ 3 മീറ്റർ അകലത്തിൽ 50 ക്യൂബിക് മീറ്റർ ആഴമുള്ള കുഴികളിൽ ഒരടി ഇടയകലം നൽകി 2 തൈകൾ നടേണ്ടതാണ്. ഓരോ കുഴിയിലും സാധാരണ വാഴ കൃഷിയെ അപേക്ഷിച്ച് 25% അധികം വളം കൊടുത്താൽ മതിയാകും. സാധാരണ കൃഷിയിൽ ഒരേക്കറിൽ 1000 വാഴ നടുമ്പോൾ ഇരട്ട വാഴ കൃഷിയിലൂടെ 1332 വാഴകൾ നടാൻ കഴിയും. ഇതിലൂടെ കൃഷി ചെലവിൽ ലാഭവും ഉയർന്ന വിളവും ലഭ്യമാകുന്നു. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോടെ നവംബർ 11 മുതൽ 13 വരെ തേനീച്ച വളർത്തലിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0494 2686 329. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തിയെടുത്ത് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് 2012-13 ആരംഭിച്ച സമഗ്ര പച്ചക്കറി പദ്ധതി സ്കൂളുകളിൽ വിജയം കൊയ്യുന്നു. പദ്ധതിയുടെ ഭാഗമായി പാറശാല കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 20 സെന്റ് സ്ഥലത്ത് നടത്തിയ പച്ചക്കറി കൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു. വഴുതന, വെണ്ട, മുളക്, ചീര, തക്കാളി, പയറ്, വെള്ളരി തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. 40ഓളം കുട്ടികൾ പച്ചക്കറി കൃഷിയിൽ സജീവ പങ്കാളികളാണ്. ഇത് പച്ചക്കറി ഈ കീടനാശിനി ഉപയോഗിക്കുന്നത് പച്ചക്കറിയിലെ കീടങ്ങൾക്കെതിരെയാണ് ഇത് ഉപയോഗിക്കുന്നത്. വേപ്പെണ്ണ കലർന്ന മിശ്രിതമായി ഈ കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി എന്ന കണക്കിലാണ് മിക്സ് ചെയ്ത് തളിക്കുന്നത്. രോഗം വരാതിരിക്കുന്നതിന് സ്യൂഡോമോണസ് എന്ന ജൈവ കുമിൾനാശിനി ഉപയോഗിക്കുന്നു. 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ജൈവവളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചുള്ള വിദ്യാർത്ഥികളുടെ ഈ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് തന്നെയാണ് കൊയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് ഒരു എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്ട്രി അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ മണ്ണും പ്രകൃതിയും അറിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഒരു കൺവീനർ അടക്കം സ്കൂൾ സ്റ്റാഫിന് സജീവ് കുമാർ CS കൺവീനറും ഏകദേശം 40 കുട്ടികളോളം സജീവ അംഗത്വമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ഇവിടെ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസർ മിസ്റ്റർ ക്ലീറ്റസിനെ ബന്ധപ്പെടുകയും അവർ വളരെയധികം പ്രോത്സാഹനം നമ്മൾ തരികയും ചെയ്തു. അങ്ങനെ ഈ നിലം ഒരുക്കുകയും നമ്മളിത് ആദ്യത്തെ വിളവെടുപ്പ് ആണിപ്പോൾ നടക്കുന്നത്. അതൊരു പരിപൂർണ വിജയമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,850 രൂപ. റബ്ബർ RSS 5 15,150 രൂപ. വെളിച്ചെണ്ണ 9,550 രൂപ. കൊപ്ര 6,700 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 47,800 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 625 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 47,800 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 45,800 രൂപ.
കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 46,500 രൂപ, വയനാടൻ കുരുമുളക് 47,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിൻ്റലിന് 6,400 രൂപ, തളിപ്പറമ്പ് 6,375 രൂപ, കാസർഗോഡ് 6,150 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,150 രൂപ, കോട്ടയം 10,000 രൂപ, ആലപ്പുഴ 9,450 രൂപ. കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 24.1, കൊച്ചി 33.4, 24, ആലപ്പുഴ 31.2, 24.5, പുനലൂർ 32, 23.5, തിരുവനന്തപുരം 31, 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.